അതെ നമ്മുടെ എന്താ പറയാ നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെ ഒക്കെ ആംഹോള് ഇപ്പം റെഡിമെയ്ഡൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ കുഴിഞ്ഞിരിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും അല്ലേ. ഇത് ഞാൻ തയ്ച്ചതല്ല, ഇങ്ങനെ ഇരിക്കുക. ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണ്. അപ്പം ആംഹോൾ എപ്പോഴും നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇരുന്നാലേ ഈ ഒരു ഭാഗം നമ്മുടെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പൊന്തിയിരിക്കും. നമുക്ക് അത് വൃത്തികേട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഒരളവെന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ ആംഹോളിൽ എടുക്കുന്ന അളവ് നമ്മുടെ ഷോൾഡറിൻ്റെ അളവിൻ്റെ നേർ പകുതിയാണ് അല്ലേ. അപ്പം അപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. വരക്കുമ്പോഴും വെട്ടുമ്പോഴും തയ്ച്ചിടുമ്പോഴും ഒക്കെ എങ്ങനെ വന്നാലും വ്യത്യാസം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിക്കട്ട് നമ്മൾ ശരിക്കും പറയണ നമ്മുടെ വണ്ണം, അതായത് ടേപ്പ് ഇഞ്ചിൽ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒരു വെള്ളത്തിട്ടിട്ടുള്ള വണ്ണമാണ് നമ്മുടെ ആംഹോൾ വണ്ണം. അതനുസരിച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യണത്. അതായത് വണ്ണത്തിൻ്റെ 4 ഭാഗം ചെയ്യണത്. അതിൻ്റെ പ്ലസ് തയ്യൽ തുമ്പിടും. അത് കഴിഞ്ഞ് നമ്മുടെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വണ്ണം കൂടി എടുത്തിട്ട് ഇടുമ്പോഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ച് വ്യത്യാസം വരും അവിടെ നിങ്ങോട്ടുള്ള ഒരു വണ്ണത്തിൻ്റെ. അതാണ് നമ്മളിങ്ങനെ ഇവിടെ വരുമ്പോൾ ഒരു ഇതുപോലെ ഞങ്ങൾ വരച്ചിട്ട് പിന്നെ ഷേപ്പ് വരക്കണത്. എൻ്റെ വീഡിയോയിലൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ആംഹോൾ ശരിയായില്ല എന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഞാൻ എൻ്റെ ഇത് എങ്ങനെയാണ് നമ്മുടെ ആംഹോൾ പിന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളത് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കാണണം. അപ്പം നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ആംഹോൾ കട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ എടുക്കണം. ഈ ഒരു സംഭവം നമ്മുടെ ബാക്കിലെ വശത്തും എടുക്കണം. അപ്പം നമ്മുടെ ബാക്കിലെ ആംഹോളും ഫ്രണ്ട് ആംഹോളും കറക്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെയുള്ള വണ്ണം എടുത്തിട്ട് പിന്നെ ഇങ്ങനെയുള്ളൊരു വണ്ണവും കൂടി എടുത്തിട്ട് തയ്ച്ച ഒരു ഇതാണിത്. ശരിക്കും റെഡിമെയ്ഡ് പോലെ തന്നെ തിരിക്കണമെങ്കിൽ ഞാൻ തയ്ച്ചതാണിത്. ഇത് നൈറ്റി തുണിയാണ്. ഞാൻ ചുരിദാർ തയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ആദ്യമായിട്ട് തയ്ച്ചൊരു ചുരിദാർ ഇങ്ങനത്തെയാണ്. പിന്നീട് എൻ്റെ ചുരിദാറിൻ്റെ കട്ടിങ് എല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറും വീഡിയോ ഇടാറും. അപ്പം അത്യാവശ്യം നല്ല ഷേപ്പോട് കൂടി തന്നെയാണ്. നമുക്ക് ഇവിടെയൊക്കെ ഒന്നും ടൈറ്റ് ഇല്ല. അതുപോലെ ഇവിടെ ഇങ്ങനെ പരന്നിരിക്കണമല്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് വീഡിയോ എൻ്റെ കട്ടിങ് വീഡിയോ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളൊന്ന് ചെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. അതുപോലെ ആംഹോൾ ഒന്നും കൂടെ നന്നായിട്ട് കട്ട് ചെയ്ത് ചുളുക്കില്ലാതിരിക്കാനുള്ളൊരു വീഡിയോ ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കാണണം കേട്ടോ.